ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഈ ക്യാപ്ഷനിൽ പറയുന്ന പോലെ മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റ് അനുകൂലമാണോ, നിഫ്റ്റി 24,200 വരുമോ എന്ന് പറഞ്ഞുള്ള രണ്ട് ക്യാപ്ഷനിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലി ടാർഗറ്റ് അപ്സൈഡിന്റെയും ഡൗൺ സൈഡിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഓവറോൾ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന രീതിയിലൊരു മൊമെന്റും ഞാനിത് തരുന്നുണ്ട്. സോ നമുക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ. സോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇലക്ഷൻ റിസൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വന്നിട്ടായിരുന്നു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കിഡില് 2.5% അടുപ്പിച്ച് മൂവ്മെന്റ് നിഫ്റ്റി ഉണ്ടായിരുന്നു. ഏകദേശം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു 1.5% അടുപ്പിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു കിഡിലെ മൂവ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത്. ഷോർട്സിനൊക്കെ നല്ല രീതിയിൽ ഷോർട്ട് ചെയ്തവർക്കെല്ലാം പണി കൊടുത്തുള്ള ഒരു മൂവ്മെന്റം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ച രീതിയിൽ. സോ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ട്രെൻഡിങ് ഡൗൺ ആയിരുന്ന സമയത്ത് ഇന്നലെ ഈ കഴിഞ്ഞു പോയ വീക്ക് മാർക്കറ്റ് ന്യൂട്രൽ സ്ട്രീം അപ്പായിട്ടാണ് തിരിച്ചു. അപ്പം ഒരടിക്ക് മറു അടി എന്ന് പറഞ്ഞ രീതിയിൽ തിരിച്ചുള്ള ഒരു റിവേഴ്സൽ റാലിയുടെ തുടക്കത്തിലാണ് നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അവസാനിച്ചു പോയിരിക്കുന്നത്. സോ നമ്മുടെ ഇന്ന് വന്ന മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ പ്രകാരം, അതായത് മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്താണ്? മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഏരിയയാണ്. അപ്പൊ ഫിനാൻസ് ക്യാപിറ്റലിന്റെ അറിയുന്ന ഏരിയ ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ള നിയമസഭാ സാമാജികർ ഉള്ള ഒരു മണ്ഡലം, ഒരു സ്റ്റേറ്റും കൂടെയാണ്. UP പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേറ്റും കൂടെയാണ് നമ്മുടെ മഹാരാഷ്ട്ര. അതുകൂടാതെ അവിടെ രാജ്യസഭയിലെ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ലോക്സഭ ബില്ല് പാസ്സാക്കണം, രാജ്യസഭ ബില്ല് പാസ്സാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സമായി വരുന്നത് ഈ രാജ്യസഭയിലെ എണ്ണം കുറയുന്നതാണ്. കാരണം ബാക്കിയുള്ള ചെറുപാർട്ടികൾക്കെല്ലാം ഓരോ സ്റ്റേറ്റ് ഭരിക്കുന്ന ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്ന MP വരുന്ന ഏരിയ ആയതുകൊണ്ട് രാജ്യസഭയിൽ അവിടെ കുറച്ച് മുന്നേറ്റം കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പൊ NDA ഇപ്പം ഭരിക്കുന്ന സെൻട്രൽ പാർട്ടിക്ക് രാജ്യസഭയിൽ ഒരു ശ്വാസം വിടാനുള്ള ഒരു ആളെ കിട്ടിയത് ഈ ഒരു കുറച്ചു കാലങ്ങളായിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു പോസിറ്റീവായ രീതിയിൽ, സെൻട്രൽ ഗവൺമെന്റ് ഒരു പോസിറ്റീവായ രീതിയിലെ ഒരു റിസൾട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയില് ഭരിക്കുന്ന പാർട്ടിക്ക് നല്ല സീറ്റ് കിട്ടി അവർ കൂടുതൽ ഊർജ്ജസ്വലോടെ വരുമെന്ന രീതിയിൽ ഒരു റിസൾട്ടിൽ നിന്ന് അവസാനിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിന് അത് പോസിറ്റീവാണ്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ വേർഷൻ അല്ല, നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള വേർഷനാണ്. അപ്പൊ നമ്മുടെ മാർക്കറ്റിന് ഇതൊരു പോസിറ്റീവായ കാര്യമാണ്. കാരണം എന്താണ്? നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ സെൻട്രൽ മിനിസ്ട്രി ഭരിക്കുന്നവർക്ക് തന്നെ ഒരു സ്റ്റേറ്റ് വരണം, അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ അരാജകത്വം ഇല്ലാത്ത സ്റ്റേറ്റിൽ നല്ല രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന ഒരു നോർമൽ ഒരു മാർക്കറ്റിന് ബിലീഫ് ഉണ്ട്. സോ ആ ബിലീഫിന് പോസിറ്റീവായ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു എഞ്ചിനായ രീതിയിലാണ് ഇന്ന് വന്ന റിസൾട്ട്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വരും. ഇനി മാർക്കറ്റ് ഡിസൈഡ് ചെയ്യണം മുകളിലോട്ട് എവിടം വരെ പോകണം, താഴേക്ക് വന്നാൽ എവിടം വരെ പോവാം. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റ് തിങ്കളാഴ്ച വരാൻ പോകുന്ന മാർക്കറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഡിസൈഡ് ചെയ്ത് പോവാം. നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് ന്യൂട്രൽ സ്ട്രീം അപ്പ് വീക്കാണ്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി. കഴിഞ്ഞ ആഴ്ചയിലെ സംഭവബഹുലമായ റഷ്യ യുക്രൈനെതിരെ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ഒരു റിപ്പോർട്ട്, അതില് പുടിൻ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അദാനിക്കെതിരെ ഒരു വലിയൊരു അലിഗേഷൻ അമേരിക്കൻ മാർക്കറ്റിൽ അമേരിക്കയിലെ ഗവൺമെന്റ് കേസ് എടുത്തിട്ടുണ്ട്. അദാനി ഏകദേശം 2,500 കോടി 3,000 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവിടെ പല റിപ്പോർട്ടുകളും പല കാര്യങ്ങളും ചെയ്യുന്ന രീതി വന്നപ്പോൾ അദാനി സ്റ്റോക്സ് ഒക്കെ വ്യാഴാഴ്ച കണ്ടമാനം അടിച്ചിറങ്ങുകയും, പക്ഷെ വെള്ളിയാഴ്ച അടിയില്ല. അറിയാലോ, ചത്ത് താഴെ കിടക്കുന്നതിന്റെ മണ്ടേ കൂടെ വണ്ടി കയറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു മൂവ്മെന്റും കിട്ടിയില്ല. പക്ഷെ വ്യാഴാഴ്ച നല്ല അടിപൊളി അടിച്ച് സെല്ലും കണ്ടായിരുന്നു. ആ സെല്ലിംഗ് ആണ് പൊതുവെ നമ്മുടെ എക്സിറ്റ് പോള് നമ്മുടെ മാർക്കറ്റ് അനുകൂലമായി വന്ന എക്സിറ്റ് പോളിനെ കൂടെ കവച്ച് വച്ചുകൊണ്ടാണ് അദാനിയുടെ ന്യൂസ് നമ്മുടെ വ്യാഴാഴ്ച മാർക്കറ്റിലേക്ക് ഇഫക്ട് ചെയ്തത്. അപ്പൊ ആ ഇഫക്റ്റിന് പകരമായിട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് ഒന്ന് തിരിച്ച് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി ആ ഒരു കയറിയത് കൊണ്ടാണ് നിഫ്റ്റി എന്ത് പറ്റിയത്? ന്യൂട്രൽ സ്ട്രീം അപ്പ് എന്ന് പറഞ്ഞ രീതിയിലാണ് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,3850 എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ ഒരു പഴയൊരു വെർജിൻ POS ഉണ്ടായിരുന്നു വീക്കിലി. ആ POS, അത് ഇപ്പം വെർജിൻ POS ഇല്ല, പക്ഷെ ആ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ തിരിച്ച് കയറി 23,886 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു പി ഒ സി കഴിഞ്ഞ വീക്കിന്റെ പി ഒ സി ആയ ട്രെൻഡിങ് ഡൗൺ വീക്കിന്റെ പി ഒ സി ആയ 24,218 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഓർത്തോളുക, ഇത് നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ്, നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 33,850 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ് 24,217 എന്ന് പറഞ്ഞ ഒരു വീക്ക്ലി വ്യൂസിലെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ എവിടെയാണ്, താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ 23,539 എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞു പോയ വീക്കിലിയുടെ POCയുടെ താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് 23,331 ഭാഗത്തേക്ക് വരാനുള്ള ഒരു ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് എത്രയാണ്, 23,850 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,217 മുകളിലേക്ക് പോകാനും 23,539 താഴെ നിൽക്കുന്ന സംബന്ധിച്ചുണ്ടെങ്കിൽ 23,331 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാൻ പറയാം, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും. കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂട്രൽ എസ്റ്റീം അപ്പ് വീക്കാണ്. അതായത് ന്യൂട്രൽ എസ്റ്റീം അപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇംബാലൻസ് വീക്ക്ലി ആണ്. പക്ഷെ ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞ ആഴ്ച POC നിഫ്റ്റിയെ പോലെ POC മുകളിൽ നിൽക്കാതെ പകരം അവൻ താഴേക്ക് വന്ന് 50,360 ഭാഗത്താണ് POC ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POC ഇവിടെയാണ്. കൃത്യമായിട്ട് പറയണമെങ്കിൽ 50,435 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി POC നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും 51,300 ഇമ്പോർട്ടന്റ് ബാലൻസ് ഏരിയ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി. നിങ്ങൾക്ക് ഈ കാണുന്നല്ലോ, ഈ ഒരു ഏരിയയിൽ നിന്ന് പൊട്ടിയാണ് കഴിഞ്ഞ ആഴ്ച അടിച്ച് താഴേക്ക് ഇറങ്ങി വന്നത്. സോ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ 51,300 മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ തിരിച്ച് വീണ്ടും ഈ 52,085 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 51,300 മുകളിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് കൃത്യമായി നിങ്ങൾക്ക് എത്ര വരെ പോവാം, 52,085 വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി അവൻ താഴേക്ക് വരണമെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 50,430 എന്ന് പറഞ്ഞ കഴിഞ്ഞ വീക്കിലിയുടെ POCയുടെ താഴെ നിൽക്കുകയാണെങ്കിൽ 49,950 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഇവിടെയാണ് സപ്പോർട്ട് ഉള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ 51,300 ബാങ്ക് നിഫ്റ്റിക്കും 23,850 നിഫ്റ്റിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്, 24,217 52,085 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പല ആൾക്കാരും ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പല ആൾക്കാർ ഈ നമ്മുടെ ഈ പ്രോഫിറ്റിന്റെ വീഡിയോ കൊണ്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ചിലത് പറയുന്നു നടക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ട്രേഡിംഗ് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഡെഡിക്കേഷൻ, പെർസീവറൻസ്, എന്തുവാണ് നമ്മൾ അതിന്റെ ഒരു പ്രോസസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആക്കി കഴിഞ്ഞാൽ ട്രേഡിംഗ് കൃത്യമായി ചെയ്യാൻ പറ്റും. പക്ഷെ ഉണ്ടാക്കുന്ന പൈസ നിലനിർത്താനാണ് പാട്. പൈസ ഉണ്ടാക്കാൻ 100 രൂപ ഓപ്ഷൻ വെച്ച് 1000 രൂപ ആയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ആ ഉണ്ടാക്കിയ പൈസ നിങ്ങൾ നിർത്തണമെങ്കിൽ നിങ്ങൾ വ്യക്തമായ രീതിയിൽ സൈക്കോളജിക്കൽ അപ്രോച്ച് ചെയ്യണം. സൈക്കോളജി ആരെ കൊണ്ടും പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മൾ ഡെഡിക്കേഷനോടുകൂടി ഒരു റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് ട്രേഡ് ചെയ്യണം. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഞാൻ എന്റെ ലൈവ് റൂമിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് സജസ്റ്റ് ചെയ്ത് തരും. ആ ലൈവ് നിങ്ങൾ ആ ഞാൻ എടുക്കുന്ന ട്രേഡ് പ്ലസ് മൈനസ് ഇട്ട് F1 F2 അടിച്ചെടുക്കുന്ന ട്രേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ആ ട്രേഡിന്റെ ബേസിസ് എന്താണ്, മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോയുടെ സെറ്റപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാഞ്ഞിൽ അവിടെ ക്ലോസ് ചെയ്താൽ ഇവിടെ ക്ലോസ്, അങ്ങനെ ആ ഒരു ട്രേഡ് സെറ്റപ്പ് അല്ല ഇവിടെ എടുക്കുന്നത്. പ്യുവർലി മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് ആണ് എടുക്കുന്നത്. ആ ലൈവ് ട്രേഡ് നിങ്ങൾക്ക് കണ്ട് ട്രേഡ് ചെയ്യണമെന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നമ്മുടെ തമിഴിലേക്ക് കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. സോ അത് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ട് അതിന് വേണ്ടി ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയത് മാത്രമാണ്. സോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച വഴി അദാനിയുടേതും റഷ്യയുടെ ആ ന്യൂക്ലിയറിന്റെ ഇഷ്യൂവും നെഗറ്റീവ് സൈഡ് വന്നതെങ്കിൽ കൂടി പോസിറ്റീവായിട്ട് വന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് ഫേവറബിൾ ആയ രീതി വന്നിട്ടുണ്ട്. അപ്പം അത് സാധാരണ കഴിഞ്ഞ 2 വർഷം എക്സിറ്റ് പോൾ റിസൾട്ടും മാർക്കറ്റ് പോസിറ്റീവ് വന്നിട്ട് പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ തിരിച്ചു ഉൾട്ടയടിക്കുകയാണ് ചെയ്തത്. സോ ഇത്തോളം അത് രണ്ടും സംഭവിച്ചില്ല, ഒരേ അലൈനിൽ കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച ഇത് മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വരുമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി പ്രതീക്ഷയുണ്ട്. നിഫ്റ്റിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, ബാങ്ക് നിഫ്റ്റിയെ കാട്ടിലും. സോ നിഫ്റ്റിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ എന്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റപ്പ് പ്രകാരം എനിക്ക് 24,000 മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ എടുക്കുമെങ്കിൽ
24,500 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ ഈ വരുന്ന വീക്ക് മന്ത്ലി എക്സ്പയറി ഭാഗം ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. 24,400 മുകളിൽ തന്നെ അത് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. ഇതിനെല്ലാം പോസിറ്റീവായി വരണം. നമ്മുടെ റെഫറൻസിന് മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി സംഭവിക്കുകയുള്ളൂ. സോ എല്ലാവരും ഒരു 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 റിക്വസ്റ്റ് ഉണ്ട്, എന്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ നിങ്ങൾക്ക് സ്റ്റോക്സിനെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പ്യൂർലി എന്റെ വ്യൂ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ അനലിസ്റ്റ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ സംഭവിച്ച ബൈ നിങ്ങൾ നോക്കുക, 45,000-ഓളം ബൈ. കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ക്യാൻഡിൽ സംഭവിച്ചു. 56,000 വരെ ഡെൽറ്റ പ്ലസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചതും കൂടി നിഫ്റ്റി സംബന്ധിച്ച് കിടിലം ബൈയിങ്ങിലായിരുന്നു നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്ക് ഒരു ബൈയിങ് കണ്ടിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നിങ്ങൾ ഓർത്തോളൂ, 50,300 മുകളിലും നിഫ്റ്റിയെ സംബന്ധിച്ച് 23,850 മുകളിൽ നിൽക്കുകയാണെങ്കിൽ സിസ്റ്റം ബുള്ളിഷ് ആണ്. മാർക്കറ്റ് കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.